ഒക്ടോബർ 22 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളിൽ ആഗോളസഭ. 1920 മെയ് 18 കരോൾ വോയ്റ്റിവയുടെയും എമിലയുടെയും മൂന്നാമത്തെ കുട്ടിയായാണ് പോളണ്ടിലെ ക്രാക്കോവ് എന്ന ചെറിയ പട്ടണത്തിൽ കരോൾ ജോസഫ് വോയ്റ്റിവ ജനിച്ചത്. 1920 ജൂൺ 20 മാമോദിസ സ്വീകരിച്ച ജോസഫ് വോയ്റ്റിവ 9ാമത്തെ വയസ്സിൽ ആദ്യ കുർബാനയും 18ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. അന്നു വേണ്ട അപ്പത്തിനു വേണ്ടി പാറമടയിലും സ്ലോവേക് കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്ത വോയ്റ്റിവ 1942 തന്റെ ദൈവവിളി തിരിച്ചറിയുകയുണ്ടായി. 1946 നവംബർ 1 ക്രാക്കോവിൽ വെച്ച ആർച്ച് ബിഷപ്പ് സഫിഹായിൽ നിന്നും വൈദിക പട്ടം അദ്ദേഹം സ്വീകരിച്ചു. തുടർന്ന് പല ഇടവകകളിൽ വൈദികനായി സേവനം ചെയ്തു. 1958 ജൂലൈ 4 പിയൂസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ ഓംബി രൂപതയുടെ സ്ഥാനിക മെത്രാനായും ക്രാക്കോവ് അതിരൂപതയിലെ സഹായമെത്രാനായും നിയമിച്ചു. 1958 സെപ്റ്റംബർ 28 അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്കു ശേഷം 1964 ജനുവരി 13 ക്രാക്കോവിലെ അതിരൂപത മെത്രാനായി പോൾ 6 മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിക്കുകയും 1967 ജൂൺ 26 കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 1978 ഒക്ടോബർ 16 കർദിനാൾമാരുടെ സംഘം കരോൾ ജോസഫ് വോയ്റ്റിവയെ തിരുസഭയുടെ 264ാമത്തെ പാപ്പായായി തിരഞ്ഞെടുക്കുകയും ഒക്ടോബർ 22 അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന നാമധേയം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാലയളവിൽ 19 ലോക യുവജന ദിനങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട്. കുടുംബങ്ങളോട് പ്രത്യേക പരിഗണനയുണ്ടായിരുന്ന മാർപ്പാപ്പ 1994 അഖില ലോക കുടുംബ സമ്മേളനവും വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും ലഭിച്ചത് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കാലത്താണ്. അദ്ദേഹം 1338 പേരെ വാഴ്ത്തപ്പെട്ടവരായും 482 പേരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയായ വേദപാരംഗതരുടെ പദവിയിലേക്ക് ഉയർത്തിയതും ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെയാണ്. കാലത്തിനൊത്ത് സഭയെ നയിച്ച അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ഈടുറ്റുകയാണ്. 14 ചാക്രിയ ലേഖനങ്ങളും 15 അപ്പസ്തോലിക ഉദ്ബോധനങ്ങളും അപ്പസ്തോലിക നിയമസംഹിതകളും 45 അപ്പസ്തോലിക ലേഖനങ്ങളും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നീണ്ട 27 വർഷം പത്രോസിന്റെ പിൻഗാമിയെ തിരുസഭയെ നയിച്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2005 ഏപ്രിൽ 1 ഈ ലോകം വിട്ട് സ്വർഗപിതാവിന്റെ പക്കലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം വഴി ദൈവം ലോകത്തിൽ വിവിധ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. സഭ അംഗീകരിച്ച ഏറ്റവും വലിയ സാക്ഷ്യമാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മധ്യസ്ഥതയിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിമോൺ പിയറെ നോർമണ്ട് എന്ന 49-കാരിക്ക് പാർക്കിൻസൺസ് എന്ന രോഗത്തിൽ നിന്നുള്ള അത്ഭുതകരമായ രോഗമുക്തി. ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ 2011 മെയ് 1 അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ബെനഡിക്ട് 16 പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.